കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും ചെയ്യാം, അവിടെ മാത്രം ചെയ്യില്ല എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഒരു പ്രവാസിയെ ഏതാണ്ട് 1.5 കോടി രൂപയോളം ചിലവാക്കി ഒരു വാഹനം ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് അതും ഒരു വനിത അവരെ 5-6 പ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരിയാണ്. അപ്പം നടത്താതെയും ചെയ്യാമെന്ന് നമുക്ക് തെളിഞ്ഞില്ല. 8 മാസം വെറുതെ കളഞ്ഞതാണെന്ന് മനസ്സിലായി. കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് 8 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അത് ശരിയാവാൻ. ഇപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടാന്ന് വെച്ചാൽ അവിടെ കിടക്കും. അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം മനസ്സിലായോ? പ്രവാസിയായ ഒരു യുവതി അവരുടെ ഒരു ആഡംബര കാർ വാങ്ങിയിട്ട് അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് രജിസ്ട്രേഷന് RTO സമീപിച്ചപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് RTO ഓഫീസിൽ നിന്ന് അറിയിപ്പ് വരുന്നു. അപ്പോൾ ഇത് 24 ന്യൂസ് ചാനലിൽ വാർത്തയാവുകയും ആ വാർത്ത നമ്മുടെ ഗതാഗത മിനിസ്റ്റർ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയും അദ്ദേഹം അതിന് ആക്ഷൻ എടുക്കുകയും ചെയ്തതിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ മിനിസ്റ്റർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പലതിൽ നിന്നും അല്ലെങ്കിൽ പല കാര്യങ്ങളും പുറത്തേക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല നടപടികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധം ഒരു ലോക്ക് ഇട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. അപ്പൊ ഇവിടെ ഇദ്ദേഹം ഈ പറയുന്ന RTO ഓഫീസിൽ വിളിച്ചിട്ട് കർശനമായിട്ട് പറഞ്ഞു ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് 8 മണിക്കൂർ കൊണ്ട് തന്നെ പൂർത്തിയാക്കി. വളരെ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ അഖിൽ മാരാർ, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മിനി കൂപ്പർ എടുത്തിട്ട് അത് രജിസ്ട്രേഷന് പോയിട്ട് നമ്പറിന് വേണ്ടി നമ്പർ 1 കിട്ടാൻ വേണ്ടി ലേലത്തിന് പങ്കെടുക്കുകയും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് മറ്റൊരാൾക്ക് ലേലം പോവുകയും എന്നാൽ ഈ ലേലം കെട്ടിവെച്ച തുക അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ ലേറ്റ് ആയപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. വിത്തിൻ നോ ടൈം ആ കാശും തിരിച്ചു കൊടുത്തു. ഏകദേശം 1 ലക്ഷം രൂപയോളം തോന്നുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് RC ബുക്കുകൾ ആൾക്കാർക്ക് കിട്ടാനുണ്ട്, ഒരുപാട് ലൈസൻസുകൾ ആൾക്കാർക്ക് കിട്ടാനുണ്ട്, അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യം, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ കാര്യം വരുമ്പോൾ മാത്രമാണോ പെട്ടെന്ന് കാര്യങ്ങൾ നടപടിയിലേക്ക് എത്തുന്നത്? സാധാരണക്കാര് കാലങ്ങളോളം കയറി ഇറങ്ങിയാൽ പോലും ചിലപ്പോൾ കൈമടക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരല്പം പേരുള്ള ഒരു വ്യക്തി, ഇപ്പൊ ഈ പ്രവാസിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ അഖില ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് എന്നതിന്റെ പേരിൽ അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നടക്കുന്നു. ഒരു സാധാരണക്കാരന് പോയിട്ട് സംസാരിക്കുമ്പോൾ അത് വളരെ ഡിലേ ആകുന്നു. അപ്പൊ അതിന് കാരണം എന്താണ്? നമ്മൾ ഓരോ സാധാരണക്കാരും ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ശരിയല്ലേ? അപ്പോ അത് മാറണം, അതിന് മാറ്റം വരണം. ഇപ്പോ നമ്മുടെ ഗതാഗത മന്ത്രി അദ്ദേഹം ചെയ്ത വളരെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ കണ്ടൊരു കാര്യത്തിന് അദ്ദേഹം ഉടനടി നടപടിയെടുത്തു. ഇതെന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അവരുടെ മുന്നിൽ വരുന്ന ഫയലുകൾ എന്തുകൊണ്ട് അവർക്ക് യഥാസമയം നോക്കി തീർക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല? ഇപ്പൊ അഖിൽ പറഞ്ഞ കാര്യം, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, RC ബുക്ക് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് സർക്കാർ കാശ് അടയ്ക്കാത്തത് കൊണ്ട് പ്രിന്റിംഗ് നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പറയുന്ന നവകേരള യാത്ര കോടികൾ മുടക്കിയാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഫലം ഏതൊക്കെ സാധാരണക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ആർക്കൊക്കെ അറിയാം? ഇടയ്ക്ക് ന്യൂസ് കണ്ടു, ഒരാൾക്ക് എത്രയോ ലക്ഷങ്ങൾ അടയ്ക്കാനുള്ളടുത്ത് 500 രൂപ എന്തോ കുറച്ച് കൊടുത്തു. അങ്ങനൊരു വാർത്ത കണ്ടു. അപ്പോൾ ജനങ്ങളുടെ പൈസ മുഴുവൻ വാങ്ങിച്ചിട്ട് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഞാനൊരിക്കലും സർക്കാരിനെ വിമർശിക്കുന്നതല്ല. ഇപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ പലരും പറയും ഇവനെ മറ്റേ BJP-കാരനാണ് അല്ലെങ്കിൽ സംഘിയാണ്, കൊങ്ങിയാണ്. കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറഞ്ഞാൽ നമ്മൾ സംഘിയാവുന്നു, കൊങ്ങിയാവുന്നു. കോൺഗ്രസിനെതിരെ പറഞ്ഞാൽ നമ്മൾ സംഘിയാവുന്നു, കമ്മിയാവുന്നു. ഇനി BJP-ക്കെതിരെ പറഞ്ഞാൽ നമ്മൾ കൊങ്ങിയാവുന്നു, കമ്മിയാവുന്നു. ഇതാണ് നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം. ഒരു രീതിയിലും അഭിപ്രായം പറയാൻ പറ്റില്ല. അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അവൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവായി മാറി. ഒരു പാർട്ടിയിലും ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ പോക്ക്. ശരിക്കും ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. ഈ പറഞ്ഞ
രീതികളൊക്കെ മാറട്ടെ. സാധാരണക്കാർക്ക് സമീപിക്കുമ്പോൾ തന്നെ അതിനൊരു പരിഹാരം എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങളിൽ എന്ത് കാര്യത്തിനും സമീപിച്ചാലും ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. കാത്തിരിക്കാം.